കാര്യമില്ല. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ നോക്കുക, ആനകളെയും കൊണ്ട് റോട്ടിലൂടെ പോകുമ്പോൾ അടുത്തടുത്ത വീട്ടിലെ പട്ടികൾ കുരയ്ക്കും ആനയെ കാണുമ്പോൾ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ നാട്ടിൽ ആനകൾ ധാരാളം പട്ടികളുടെ ഈ ഭാഗത്ത് ഉണ്ടോ? ഞാൻ രാവിലെ ഉണരുന്നതേ പട്ടികൾ കാരനാണ്. കാരണം ഏതോ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോഴേക്കും പട്ടികൾ മുഴുവൻ വാങ്ക് വിളിക്കാൻ തുടങ്ങും. ഇവിടെ പട്ടികൾക്ക് പോലും മതമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവരും കാലത്ത് എണീറ്റ് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഒരു 19 പട്ടികളാണ് വാങ്ക് വിളിക്കുന്നത് ഇവിടെ രാവിലെ. ഇത് കേട്ടിട്ടാണ് നമ്മൾ സുപ്രഭാതം കേൾക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ ഇവിടെ വന്നിട്ട് മറക്കാത്തൊരനുഭവമാണ്. ഇനിയിപ്പോൾ നാളെ മുതലേക്ക് ഈ പട്ടിയുടെ കുരയല്ല, ഈ അലർച്ച കുറയുമല്ലോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ആ ഭാഗത്താണെങ്കിൽ മുസ്ലിങ്ങളും ഇല്ലേ, ഞങ്ങളുടെ ചാലക്കുടി ഭാഗത്ത് അവിടെ മുഴുവൻ ക്രിസ്ത്യൻ ഏരിയയല്ലേ, അവിടെ വാങ്കൂളിയും പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പോട്ടെ. പറഞ്ഞു വരുന്നത്, ഒരു ആന നടന്നു പോകുമ്പോൾ ചുറ്റും ആര് വരയ്ക്കും? ആര് വരയ്ക്കും? നായ. ഇന്ന് വരെ ഏതെങ്കിലും ആന തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ പട്ടിയെ നോക്കി, നിനക്കെന്താണ് എൻ്റെ കാര്യത്തിൽ കാര്യം? നീ എന്തിനാണ് അവിടെ ഇരുന്ന് കുരയ്ക്കണത് പറഞ്ഞിട്ടുണ്ടോ? ആന മൈൻഡ് ചെയ്യോ? ഉറക്കെ പറയൂ? ഇല്ല. കാരണം ആനയ്ക്ക് ആനയുടെ ബലം അറിയാം. മനസ്സിലാവുണ്ടോ? ഇതുപോലെ നിങ്ങളുടെ കുട്ടികളെ ആരാക്കണം? ആന പോലെ ആക്കണം. എന്താ, തീറ്റിയിട്ടാണോ?